വണ്ടി ആക്രമിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളതാണ് ചോദ്യം. പിന്നെ തീർച്ചയായിട്ടും വേണോ ആക്രമിക്കേണ്ട ആവശ്യം? പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെ. ഇന്ന് പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ് അറിഞ്ഞിട്ടുണ്ടായിരുന്ന അതിന്റെ പിന്നിലുള്ള കാരണക്കാരൻ VD സതീശനാന്ന് അറിയുന്നുണ്ട്. പുള്ളിയോട് ഇതിനെ ചോദിച്ചപ്പോൾ പുള്ളി ഒന്നും മിണ്ടാണ്ട് പോയി. അപ്പൊ എല്ലാവരുടെ ധാരണ ഇതിന് പിന്നിൽ VD സതീശന്റെ കൈകളാന്ന് അറിയുന്നുണ്ട്. അത് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും അത് എന്നിട്ട് എന്തെങ്കിലും ഇടിക്ക് വന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റിയ അവിടുന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു വരെ ഭയങ്കര രീതിയിൽ പേടിച്ചു പോയല്ലോ. അത് VD സതീശൻ പേടിക്കും. എന്തിനു പേടിക്കേണ്ട ആവശ്യമുണ്ട്? ആര്? പിണറായി വിജയന്റെ ഗ്യാങ് പേടിച്ചു. അതായത് ഭയങ്കര രീതിയിൽ സമരം വന്നു, പ്രതിഷേധം നടത്തുന്നു, ED വന്ന വാഹനം ആക്രമിക്കപ്പെടുന്നു. ഈ രീതിയിലൊക്കെ പ്രതിഷേധം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പ്രതിഷേധം നടത്തും. കിട്ടാതിന്റെ ശേഷമാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളൂ. അതുവരെ സംവിധാനം പാലിച്ചില്ലേ? സംവിധാനം പാലിച്ചിട്ട് നിന്ന് പോലീസുകാരും സഖാക്കളും ഒക്കെ സംവിധാനം പാലിച്ചിട്ട് നിന്നിട്ടുള്ളത് അല്ല. ED വന്നത് എവിടുന്ന? കേന്ദ്രത്തിന്നാ. മറ്റേ VDയുടെ സർക്കാർ ആൾക്കാരല്ല വന്ന്, കേന്ദ്രത്താണ് വന്നിട്ടുള്ളത്. മനസ്സിലായ? ഇത് BJP കളിയാ, വേറെ ഒന്നല്ല. മനസ്സിലായ? ഞാൻ ചോദ്യം പറഞ്ഞല്ലേ, വന്ന വണ്ടി ആക്രമിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളതാണ് ചോദ്യം. പിന്നെ തീർച്ചയായിട്ടും വേണോ ആക്രമിക്കേണ്ട ആവശ്യം? പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവര് എടുത്തോണ്ട് പോകണം അവിടുന്ന്. ഇത് എന്തുകൊണ്ടാ അവര് ചെയ്തത്? പിണറായിനെ തേജോധം ചെയ്യണം, വേറൊന്നല്ല. അല്ലാണ്ട് വേറൊന്നുമില്ല. അതായത് അവരുടെ ഉദ്ദേശം. അതിലല്ലാണ്ട് പിന്നെന്താ? എന്റെ ചോദ്യം പറഞ്ഞല്ലേ, അപ്പൊ അവര് വന്ന വാഹനം എന്തിനാ ആക്രമിക്കപ്പെടേണ്ട ആവശ്യം എന്തിനാ ചോദ്യം. അത് ശരിക്കും പറഞ്ഞാല് അത് തെറ്റായതായാലും അക്രമ രാഷ്ട്രീയം ശരിയല്ലല്ലോ. അക്രമ രാഷ്ട്രീയം അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. വാഹനം തകർക്കുക എന്നുള്ള അക്രമ രാഷ്ട്രീയം അല്ല. വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചിട്ട് എന്താ നിലവിൽ പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രി മുന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കിൽ ഒരു ചെറിയ പിശക് വന്നു. അന്നുണ്ടായിരുന്ന UDFന്റെ പ്രവർത്തകർ കുറെ കളിയാക്കി. ഇന്നലെ മറ്റേ +2 എന്താ പറഞ്ഞു മൂപ്പര്? 2,9,328 അങ്ങോട്ട് അല്ലേ? ശരിക്കും എത്ര? 2,09,000 ആണോ? അല്ലേ? 9,000 തിരിച്ചറിയാൻ പറ്റാത്ത ആളായി വിദ്യാഭ്യാസ മന്ത്രി അല്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കളിയാക്കിയ ആൾക്കാര് പിന്നെ പറയണത് കേട്ടോ എന്തുണ്ടായി? അപ്പൊ മനുഷ്യരാണ്, വാക്കുകൾ പഴയ്ക്കുക. മനസ്സിലായ? അതിനെ ട്രോൾ ചെയ്തിട്ടും കളിയാക്കിയിട്ടും ചെയ്ത ആൾക്കാരാണ് VD സതീശന്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം. മനസ്സിലായ? അങ്ങോട്ട് തെറ്റുപറ്റി ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറ. മതി, ഇത് ജനങ്ങളെത്തിക്ക്. അപ്പൊ ഇപ്പത്തെ മന്ത്രിസഭ ശരിക്കും പറഞ്ഞാൽ ഒരു പാഴായി പോയി തോന്നുന്നുണ്ടോ? 1-2 അല്ല. അതെ, ഒരു കൊല്ലം തയ്ക്കോ നോക്ക് നിങ്ങള്. ഒരു കൊല്ലം തയ്ക്കോ നോക്ക്. ഞാനും ഇവിടെ ഉണ്ടാവും. ചത്തില്ലെങ്കിൽ എന്നും ഇവിടെ ഉണ്ടാവും. ഈ നേരത്ത് നിങ്ങൾ പോരെ, ക്യാമറ ആയിട്ട് നിങ്ങൾ പോരെ. ഇവർക്ക് ഇത് ഭരണം കിട്ടിയപ്പോ തന്നെ എന്തായിരുന്നു ഇവിടെ? മുഖ്യമന്ത്രി തന്നെ അടി അല്ലേ? 3 ആള് 4 ആള് ചിലവർക്ക് കസേര പണിയാൻ ഓർഡർ കൊടുക്കാൻ പോണു. അങ്ങനെയൊന്നും LDF സർക്കാർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ പറയേ. ഇല്ല. ഇവിടെ ഭരണം കിട്ടുമ്പോൾ തന്നെ കസേരയ്ക്ക് അടിയായി. ഇനിയുണ്ട്. ഇതാ വരുന്നു, പിന്നാലെ വരും. നിങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. ബാക്കി പിന്നെ പറയാം.